മലപ്പുറത്ത് എംപോക്സ് ലക്ഷണങ്ങളുമായി ചികിത്സയിലുള്ള യുവാവിൻ്റെ പരിശോധനാ ഫലം ഇന്നാണ് അറിയുക. തിങ്കളാഴ്ചയായിരുന്നു ഒതായി സ്വദേശി ദുബായിൽ നിന്ന് വന്നത്. അതിനിടെ നിപ സ്ഥിരീകരിച്ച തിരുവാലിയിൽ ഫീവർ സർവേ തുടരുകയാണ്. മലപ്പുറത്ത് നിന്ന് ബിപിൻ സി വിജയൻ നമുക്കൊപ്പം ചേരുന്നു. ബിപിൻ സി വിജയൻ, ഈ എംപോക്സ് തീർച്ചയായിട്ടും ലോകത്തിനൊരു ഭീഷണി തന്നെയാണ്. ലോകാരോഗ്യ സംഘടന ഇതിനകം ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മലപ്പുറത്ത് എന്താണ് അവസ്ഥ? ഇന്നല്ലേ അതിൻ്റെ റിസൾട്ട് വരിക? അതെ SKN, ഇന്നാണ് അതിൻ്റെ റിസൾട്ട് വരിക. ഇപ്പോൾ നിലവിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഐസൊലേഷനിലാണ് ഈ രോഗലക്ഷണമുള്ള ആൾ ചികിത്സയിൽ കഴിയുന്നത്. ഇദ്ദേഹത്തിൻ്റെ നില തൃപ്തികരമെന്നാണ് ഡോക്ടർമാർ അറിയിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ കോഴിക്കോട് വൈറോളജി ലാബിൽ നിന്നാണ് ഇന്ന് ഈ എംപോക്സ് ലക്ഷണമുള്ള ആളുടെ പരിശോധന വരേണ്ടത്. തിങ്കളാഴ്ചയായിരുന്നു സ്രവം പരിശോധനയ്ക്കായി അയക്കുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഒതായി പ്രദേശം, അതായത് വീടും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രദേശവും നിലവിൽ പ്രാഥമികമായി തന്നെ ആരോഗ്യവകുപ്പിൻ്റെ ഒരു നിരീക്ഷണത്തിലുമാണ് ഉള്ളത്. മറ്റൊന്നുള്ളത് ഈ നിപയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇന്നലെ 16 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി എന്നുള്ളത് ജില്ലയെ സംബന്ധിച്ച് തന്നെ വലിയ ആശ്വാസത്തിലായിട്ടുണ്ട്. ഒപ്പം ഈ രോഗലക്ഷണങ്ങൾ കാണിക്കേണ്ട, ഏറ്റവും മൂർധന്യാവസ്ഥയിൽ കാണിക്കേണ്ട ഒരു സമയത്തിലൂടെയാണ് ഇപ്പോൾ ഈ കടന്നു പോകുന്നത്. ഇന്നലെ മുതൽ ഒരു 3 ദിവസത്തേക്കാണ് ആ ഒരു ദിവസം പ്രധാനപ്പെട്ട ഒരു ദിവസങ്ങളായി ആരോഗ്യവകുപ്പ് പറയുകയും ചെയ്യുന്നത്. ഇപ്പോൾ 6 പേരാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിലവിൽ ഐസൊലേഷനിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇവരുടെ സാമ്പിളുകൾ കൂടി ഇന്ന് പരിശോധനയ്ക്കായിട്ട് അയക്കും. ഒപ്പം തന്നെ MES മെഡിക്കൽ കോളേജ്, ഇവിടുത്തെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിൽ അടക്കം 21 പേർ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നുണ്ട്. അത് ഇവർക്ക് വേണ്ടി ഏകദേശം 26 പേരെ പ്രാഥമിക പരിശോധന പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇവർക്ക് പ്രതിരോധ മരുന്നുകൾ നൽകുന്നതിന് വേണ്ടി അഡ്മിറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രതിരോധ പ്രവർത്തനത്തിലേക്കാണ് ആരോഗ്യവകുപ്പ് നിലവിൽ കടന്നിരിക്കുന്നത്. 255 പേർ സമ്പർക്ക പട്ടികയിലുണ്ട്. അതിൽ ബാംഗ്ലൂരിൽ പഠിക്കുന്ന 30 പേരെ കൂടി ചേർത്ത് 255 പേരെ സമ്പർക്ക പട്ടികയാക്കി വിപുലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഒപ്പം പറഞ്ഞതുപോലെ ഫീവർ സർവേ ഇന്ന് അവസാനിക്കും. ഇതുവരെ നടത്തിയതിൽ 107 പേർക്ക് പനി കണ്ടു എന്നുണ്ടെങ്കിലും അതിൽ ആരും തന്നെ ഈ സമ്പർക്ക പട്ടികയിൽ ഇല്ലാത്ത ആളാണ് എന്നുള്ളതുമുണ്ട്. ഉറവിടം കണ്ടെത്താനുള്ള ഒരു അന്വേഷണവും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് മലപ്പുറത്ത് നടന്നു വരികയാണ്. SKN. ഓക്കെ, താങ്ക് യു. ബിപിൻ സി വിജയനാണ് മലപ്പുറത്ത് നിന്ന് ചേർന്നത്. എന്നാലും എംപോക്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ തുടങ്ങിയ ഈ രോഗം മറ്റു പ്രദേശങ്ങളിൽ കൂടി പടരുന്നുവെന്ന് ലോകാരോഗ്യ സംഘടന ആഴ്ചകൾക്ക് മുമ്പേ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു.